ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തോടെ നടക്കുമെന്നുള്ള എല്ലാ സൂചനകളും പുറത്തു വന്നിരിക്കുന്നു. BJPയും മോദിയും താഴെ ഇറക്കാനായി ഒരുങ്ങിപ്പുറപ്പെട്ട INDA സഖ്യം നാൾക്കുനാൾ ക്ഷയിച്ച് ശിഥിലമാകുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും ഓരോ പ്രമുഖരും ഓരോ ദിവസവും BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളെക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് ഈ രാജ്യത്തെ മതമൗലികവാദ സംഘടനകളാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി മോദി വന്നാൽ എല്ലാം തകർന്നടിയും. അവർക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് P. ചിദംബരം പറഞ്ഞത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ അത്തരം ആ നിയമം തന്നെ മാറ്റിക്കളയുമെന്നാണ്. ഇപ്പോഴും പഴയ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ അടുക്കി വെച്ച് ആ ഒരു കാലം വരുമെന്ന് കാത്തിരിക്കുന്ന അനവധി പേർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലുമുണ്ട്. അവിടെയാണവർ BJPയെ ഭയക്കുന്നത്. ഇനി BJPയെ താഴെ ഇറക്കാൻ പുതിയ ആയുധങ്ങളൊന്നും തന്നെ അവരുടെ പക്കലില്ല. ഇനിയുള്ളത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക, കലാപമുണ്ടാക്കുക, അങ്ങനെ മോദിയുടെയും BJPയുടെയും പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതെത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. ഏതായാലും ഇതിനു മുമ്പ് അത്തരത്തിലുള്ള അനവധി അവസരങ്ങൾ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. നാം കണ്ടതാണ്. പൗരത്വ ഭേദഗതി സമരവും മറ്റുമൊക്കെ ആ രീതിയിൽ നാം കണ്ടതാണ്. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ആയുധം അവർ പുറത്തെടുത്തിരിക്കുന്നു. അതായത് മാളത്തിനുള്ളിൽ ഒളിച്ചിരുന്ന തേരട്ടയും പാമ്പും പഴുതാരയുമെല്ലാം പുറത്തു ചാടുന്നു. അവർക്കൊപ്പം പ്രതിപക്ഷവും ചേരുന്നു. അതിൻ്റെ ആദ്യ മുന്നോടിയായി കർഷക സമരം ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 13-ന് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് കർഷക സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 200ഓളം സംഘടനകൾ ഉണ്ടാകുമെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ സമരം തുടങ്ങും മുമ്പ് തന്നെ ഹരിയാനയും ദില്ലിയും UPയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങി. ബാരിക്കേഡുകൾ തീർത്തു മാത്രമല്ല, കർശനമായ മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം പഴയ ഒരു കർഷക സമരം ഏത് രീതിയിലാണ് ആഭാസത്തരമായി അഴിഞ്ഞാടിയതെന്ന്. അതൊടുവിൽ ചെന്ന് നിന്നത് ട്രാക്ടർ ഓടിച്ച് ദില്ലിയുടെ തെരുവോരങ്ങളിൽ കൂടെ മരണപ്പാച്ചിൽ നടത്തിയാണ്. അതുകൊണ്ട് തന്നെയാകണം ഇന്ന് ഡൽഹി പോലീസ് പറഞ്ഞു ഒരു ട്രാക്ടറും ഈ ദില്ലിക്ക് ഉള്ളിൽ കയറ്റാൻ പാടില്ല എന്ന്. ദില്ലിയിലേക്ക് ഈ മാർച്ച് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് കർശനമായി തന്നെ പറഞ്ഞു. മുൻ സമരങ്ങളിൽ അത് പറഞ്ഞിരുന്നില്ല. ഇനി കർഷക സമരത്തിന് വലിയ പിന്തുണ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അന്നാ സമരത്തിന് പല ഭാഗത്തുനിന്നും പിന്തുണയുണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളിപ്പോൾ ഒരു ആനയുടെ പുറകിനാണ്. ഈ 13-ാം തീയതി ആകുമ്പോൾ അവർക്ക് മറ്റൊരു വലിയ ആനയായി ഒരുപക്ഷെ ഈ കർഷക സമരത്തെ ചിത്രീകരിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ കർഷക സമരം വേണ്ട രീതിയിൽ കത്തില്ല. ആ കത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിലാണ് മതമൗലികവാദ സംഘടനകൾ മറ്റൊരു രൂപത്തിൽ രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നാം കണ്ടു ഉത്തരാഖണ്ഡിൽ ഒരു അനധികൃത മസ്ജിദ് പൊളിച്ചതുമായി ഉണ്ടായ ഒരു കലാപത്തിൽ 6 പേരുടെ ജീവൻ പൊലിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ സേന ഉത്തരാഖണ്ഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലുകളും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുമായിരുന്നു. അവരുടെ പ്രധാന പ്രശ്നം മദ്രസയായിരുന്നില്ല, അതിന് താഴെ പ്രവർത്തിച്ച മസ്ജിദുമായിരുന്നില്ല. 2022-ൽ അനധികൃതമായ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ സർക്കാരും മുനിസിപ്പൽ അധികൃതരുമെല്ലാം നോട്ടീസ് നൽകിയിരുന്നതാണ്. ഇത് വർഷം 2024. 2 വർഷം മുമ്പ് നോട്ടീസ് നൽകിയ കെട്ടിടങ്ങളെല്ലാം അവിടെ പൊളിച്ചു നീക്കപ്പെട്ടു. അതിൽ ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു മദ്രസ, അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസ പൊളിക്കുമ്പോൾ ഇത്ര വലിയ കലാപവും ഇത്ര വലിയ ജനക്കൂട്ടവും പെട്ടെന്ന് രൂപപ്പെടുന്നതും പെട്രോൾ ബോംബ് ഉൾപ്പെടെ പോലീസിന് നേരെ എറിയുന്നതും പോലീസ് വാഹനങ്ങൾ തകർക്കുന്നതും ആസൂത്രിതമെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന് നാം കണ്ടത് UPയിലാണ്. അവിടെ യോഗി ആദിത്യനാഥ് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ ബറേലിയിലാണ് മതമൗലികവാദ സംഘടനകൾ അഴിഞ്ഞാടിയത്. വലിയ സംഘർഷത്തിലേക്ക് നീങ്ങേണ്ടതായിരുന്നു. പക്ഷേ പോലീസ് സമയോചിതമായി ഇടപെട്ടു. വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോഴാണ് ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കി. അതിലുള്ള പ്രതിഷേധം മാത്രമല്ല, ഉത്തരാഖണ്ഡാണ് തുടക്കമെങ്കിലും വരും നാളുകളിൽ അത് ആസാമിലും UPയിലും BJP ഭരിക്കുന്ന 18 സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കും. അധികം വൈകാതെ രാജ്യമെമ്പാടും ഏക സിവിൽ കോഡ് വരും. അതിനു മുൻപേ അതിന് തടയിടണം. അതിനു വേണ്ടിയിട്ടാണ് മതമൗലികവാദ സംഘടനകൾ അഴിഞ്ഞാട്ടം തുടങ്ങിയത്. ഇനിയും തീർന്നിട്ടില്ല. ഒരു സമരത്തിനുള്ള സ്കോപ്പ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് അമിത്ഷാ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അത് പശ്ചിമ ബംഗാളിലാകും ആദ്യം നടപ്പാക്കുക എന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനധികൃതമായി ഉള്ള ആളുകൾ താമസിക്കുന്ന ഇടം പശ്ചിമ ബംഗാളാണ്. 6 ജില്ലകളിൽ അവരുടെ വലിയ ഭൂരിപക്ഷമാണ്, മൃഗീയ ഭൂരിപക്ഷമാണ് റോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശിലെ അനധികൃത കുടിയേറ്റക്കാരെയും കൊണ്ട്. ഈ 6 ജില്ലകളിൽ ഒരു അടിച്ചൊതുക്കൊണ്ടായാൽ അവിടെയുള്ള അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കിയാൽ തൃണമൂലിന് നഷ്ടപ്പെടുന്ന സീറ്റുകൾ പിന്തുണ എത്രയെന്ന് മമതയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ബംഗാളിലെ സമരം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെയാണ്. ഉത്തരാഖണ്ഡിലും UPയിലും അടക്കം അത് വർഗീയതയുടെ പേരിലാണ്.
ദില്ലിയിലേക്ക് എത്തുമ്പോൾ പഞ്ചാബും ഹരിയാനയും UP-യും അടക്കം അത് കർഷക സമര രൂപത്തിലാണ്. അതായത് പ്രതിപക്ഷത്തിൻ്റെയും ഈ രാജ്യത്തെ മതമൗലികവാദ സംഘടനകളുടെയും കയ്യിലുള്ള അവസാന ആയുധങ്ങളെടുത്തവർ പോരിനിറങ്ങുകയാണ്. ഈ ആയുധങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നറിയില്ല. കർഷക സമരം ചീറ്റുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇലക്ഷന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു സമര നാടകവുമായി വരുമ്പോൾ ഏവർക്കും മനസ്സിലാകും എന്താണ് കാര്യമെന്ന്. ഇനി വർഗീയതയാണ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പഴയതുപോലെ ഇന്ത്യയിൽ മതേതരത്വം പറഞ്ഞാലും ഇരിക്കാൻ പോകുന്നില്ല. അത് വിജയിക്കാനും പോകുന്നില്ല. രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമൊക്കെ രാജ്യം നെഞ്ചേറ്റിയ കാഴ്ച കണ്ടവരാണ്. ഹിന്ദു പഴയ ഹിന്ദുവല്ല. ഇല്ലെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ ജനതയും മറ്റ് ജനവിഭാഗങ്ങളും പഴയതുപോലെ കയ്യും കെട്ടി നോക്കി ഇരുന്നു എന്ന് വരില്ല. ഇല്ലെങ്കിൽ ഈ കാണിക്കുന്ന പേക്കുത്തരങ്ങൾക്ക് പിന്തുണ നൽകുന്ന മാധ്യമങ്ങളുണ്ടാകാം, പക്ഷേ ജനമുണ്ടാകില്ല. അവർക്ക് പിന്നിൽ അണിനിരക്കാൻ അവർ മാത്രമേ ഉണ്ടാകുള്ളൂ. നിയമം കർശനമായി നടപ്പാക്കുമെന്ന് വിവിധ സംസ്ഥാനങ്ങളും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു പക്ഷേ പുറം ലോകം തന്നെ കാണാത്ത വിധം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടേക്കാം. ഏതായാലും പ്രതിപക്ഷം അവസാന പോരിനിറങ്ങുന്നു. കാരണം മോദിക്കോ BJP-ക്കോ എതിരെ ഇതുവരെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയാതിരുന്ന പ്രതിപക്ഷത്തിന് അവസാനം കിട്ടിയ 2 ആയുധങ്ങളാണ് ഈ കലാപവും കുത്തിത്തിരിപ്പും ഒപ്പം വിഘടനവാദ സ്വഭാവമുള്ള കാര്യങ്ങളും. ഏതായാലും അതുകൂടി കഴിഞ്ഞാൽ എല്ലാം ശുഭം. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.